ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവിയലാണ്. നമുക്ക് എല്ലാതരം പച്ചക്കറികളും ഇതിനകത്തേക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറേയേറെ പച്ചക്കറി വെച്ചിട്ടുണ്ട്, ചക്കക്കുരു ഒക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് മഞ്ഞൾ പിടിക്കാൻ വേണ്ടി ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ ആരും അവിയലിനകത്ത് ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഇത് ഇടാൻ പോകുന്നത്. ആ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത്രത്തോളം മുളക് പൊടി, ഒത്തിരി ആയി പോകരുത്, ശകലം മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് 1 കപ്പ് തേങ്ങ ഞാൻ തിരികിയെടുക്കും. അപ്പൊ ഞാൻ ഈ തേങ്ങ ഒന്ന് തിരിഞ്ഞിട്ട് വരാം. ഞാൻ തേങ്ങ തിരികെ കഴിഞ്ഞിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് അരച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് അടച്ചു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അലങ്കരിക്കാവുന്നതാണ്. കറിവേപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു മണമൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ടേസ്റ്റിയായ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.